ഉത്തരവാദിത്വം വഹിക്കുന്നത് ഗ്രാമവികസന വകുപ്പാണ്. ഗ്രാമവികസന വകുപ്പിലെ അഡീഷണൽ ഡെവലപ്മെൻറ്റ് കമ്മീഷണറായ ശ്രീ കെ ഷൗക്കത്ത് അലിയാണ് ഇന്ന് നമ്മുടെ അതിഥി. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ശ്രീ ഷൗക്കത്ത് അലി. താങ്ക് യു. ആദ്യമായി ചോദിച്ചുകൊള്ളട്ടെ, എന്താണ് പട്ടുനൂൽ കൃഷി അഥവാ സെറികൾച്ചർ? താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ പട്ടുനൂൽ കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും അധികം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് പട്ടുനൂൽ വളർത്തൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യം കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു കൃഷിയാണ് പട്ടുനൂൽ കൃഷി. രാജ്യത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 38,000 മെട്രിക് ടൺ കുക്കൂൺ അഥവാ സിൽക്ക് നമുക്ക് ഉൽപ്പാദിപ്പിക്കേണ്ട സ്ഥലത്ത് നമുക്കിപ്പോൾ 20,000 മെട്രിക് ടൺ മാത്രമേ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും ഇതിന് വളരെ വലിയ ഊന്നൽ നൽകിക്കൊണ്ട് ഇതിന് സഹായപ്രദമായിട്ടുള്ള പരിശീലനങ്ങളും അതോടൊപ്പം തന്നെ ഗവേഷണങ്ങളും പുതിയ തലത്തിൽ കൂടുതൽ ഉൽപ്പാദന വർധനവിന് സഹായപ്രദമായിട്ടുള്ള സബ്സിഡികളും മറ്റും നൽകി ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കേരള സംസ്ഥാനം ഒരു പക്ഷേ ഇതിൽ വളരെ പിന്നോക്കമായിട്ടാണ് തുടങ്ങിയതെങ്കിലും ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിലെ പട്ടുനൂൽ കൃഷി വളരെ നല്ല രീതിയിൽ വ്യാപകമായി കർഷകർ രംഗത്തേക്ക് വരുന്നുണ്ട്. അതിനുള്ള ഒരു പ്രധാന കാരണം കേരളം നാണ്യവിളകളായിരുന്നു കൂടുതൽ ആശ്രയിച്ചുകൊണ്ടിരുന്നത്. ഉദാഹരണത്തിന് റബ്ബർ പോലുള്ള കൃഷികളെ പെട്ടെന്ന് കൂടുതൽ വരുമാനം ലഭിക്കുന്ന കൃഷികളിലേക്ക് കർഷകർ തിരിഞ്ഞപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പട്ടുനൂൽ കൃഷിയെ അവർ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി റബ്ബറിൻ്റെ വില ലോക കമ്പോളത്തിൽ തന്നെ വളരെ താഴ്ന്നു തകർന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ റബ്ബർ കർഷകരിൽ നല്ല ഒരു വിഭാഗം ആൾക്കാർ, പ്രത്യേകിച്ചും മലനാടുകളിലും കുറച്ച് ഇടനാടുകളിലുമുള്ള കേന്ദ്രീകരിച്ചിരിക്കുന്ന കർഷകരായ ആൾക്കാർ ധാരാളമായി പട്ടുനൂൽ കൃഷിയിലേക്ക് കേരളത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഏതാണ്ട് 250 ഫാർമേഴ്സ് ഇതിൻ്റെ മാത്രം കൊണ്ട് ഉപജീവനം കഴിച്ചു പോകുന്ന ആൾക്കാർ മുഖ്യ ഉപജീവനമാർഗമായിട്ട് അവരെടുക്കുന്നു. പ്രധാനമായും കേരളത്തിൽ ഇത് കേന്ദ്രീകരിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് പാലക്കാട്, ഇടുക്കി, വയനാട് ജില്ലകളിലാണ്. മറ്റുള്ള ജില്ലകളിലും ചെറിയ തോതിൽ ഇത് വരുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ഇതിന് പ്രത്യേകമായി പ്രോത്സാഹനം നൽകുന്ന രീതിയിലുള്ള സംവിധാനങ്ങളും മറ്റും താഴെത്തട്ടിൽ, പ്രത്യേകിച്ചും കേരളത്തിലെ പഞ്ചായത്ത് രാജ് സംവിധാനം വളരെ ശക്തമായതുകൊണ്ട് പഞ്ചായത്തുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കർഷകരും പഞ്ചായത്തുമായിട്ടുള്ളൊരു സമിതിയിലൂടെ ഈ മൾബറി കൃഷി വളരെ നല്ല രീതിയിൽ കേരളത്തിലേക്ക് മുന്നോട്ട് വരികയും കർഷകർ വളരെ സംതൃപ്തരാവുകയും ഇപ്പോൾ തന്നെ ഈ സാമ്പത്തിക വർഷം നമുക്ക് വളരെ കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് ആകർഷിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഏതെങ്കിലും സ്കീമുകൾ ഇതിൽ ലഭ്യമാണോ മൾബറി കൃഷിക്കും പട്ടുനൂൽപ്പുഴ വളർത്തലിനും? തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ ഇതിനകത്ത് നമുക്ക് സബ്സിഡി നൽകുന്നുണ്ട്. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 1 ഏക്കർ കൃഷി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പട്ടുനൂലിന് വേണ്ടുന്ന ഡിസീസ് ഫ്രീ ആയിട്ടുള്ള, അതായത് അസുഖങ്ങളൊന്നും ഇല്ലാത്ത പട്ടുനൂൽ പുഴുക്കളെ നൽകുകയും ഇത് ഈ കർഷകർ ശേഖരിച്ച് ഈ ചെടിയിൽ നിന്ന് ഇല വെട്ടിയെടുത്ത് അതിനുള്ള സാങ്കേതികമായിട്ടുള്ള സഹായങ്ങളും മറ്റുമൊക്കെ നമ്മൾ നൽകുന്നുണ്ട്. മാത്രമല്ല ഈ പട്ടുനൂൽ കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയ തോതിലുള്ള ഒരു എഫർട്ട് വരുന്നില്ല. നമ്മുടെ നാട്ടിലെ ഈ കുടുംബശ്രീ സംവിധാനങ്ങളിൽ ഒക്കെ ഉള്ള സ്ത്രീകളെ ഒക്കെ അവരുടെ ഒരു അധിക വരുമാനമായിട്ടാണ് ഇത് കാണുന്നത്. അതെ, അവരുടെ കായികാധ്വാനം വേണ്ടെന്നാണ്. വളരെ കായികാധ്വാനം. ഒരു കോള് വരുന്നുണ്ട്, ആൻസർ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ചർച്ചയിലേക്ക് തിരികെ വരാം. ഹലോ, നമസ്കാരം. നമസ്കാരം. പറഞ്ഞോളൂ, ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് ജിനു, പത്തനംതിട്ടയെന്നാണ് വിളിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നാണ്. ചോദ്യം ചോദിച്ചോളൂ. സാറേ നമ്മള് ഹലോ ചോദിച്ചോളൂ, കേൾക്കുന്നുണ്ട്. ഹലോ സാറേ, ഞാൻ ജിനു, പത്തനംതിട്ടയെന്നാണ് വിളിക്കുന്നത്. ചോദിച്ചോളൂ. ടിവിയുടെ വോളിയം. ഈ നമ്മുടെ ഈ പട്ടുനൂലിന്റെ വികസനം ഈ പഞ്ചായത്ത് ഗ്രാമീണ തലത്തിലേക്ക് ഇത് എത്തിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലേക്കാണ് ഞാൻ. ഗ്രാമീണ തലത്തിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചായത്ത്, ഓരോ പഞ്ചായത്ത് തലത്തില് അതിന്റെ
വികസനത്തിന്റെ ഫലമായി ഈ ഇതിനെപ്പറ്റി എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള കാര്യം ഒന്ന് വ്യക്തമാക്കി തരാമോ? തീർച്ചയായും. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് പഞ്ചായത്തുകളിലേക്ക്. ബിജു, ഞങ്ങൾ ഇപ്പോഴ് ഈ പട്ടുനൂൽ കൃഷി വ്യാപിപ്പിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഓരോ പഞ്ചായത്ത് തലത്തിലും പട്ടുനൂൽ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള കർഷകരെ കണ്ടെത്തുന്നതിനും അവരെ സഹായിക്കുന്നതിനുമായി പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായിട്ട് ഗ്രാമസേവകനെ അല്ലെങ്കിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറെ കൺവീനറായിട്ട് ഒരു പ്രത്യേക സമിതി തന്നെ രൂപം കൊടുത്തിട്ടുണ്ട്. കൂടാതെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതിൻ്റെ നടീൽ രീതികൾ എങ്ങനെയാണ്, ഇതിൻ്റെ തടമെടുക്കുന്നത് എങ്ങനെയാണ് മുതലായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി പ്രത്യേകമായി ഫെസിലിറ്റേറ്റേഴ്സിനെയും ഞങ്ങൾ പഞ്ചായത്തിൽ നിയോഗിച്ചിട്ടുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഈ പഞ്ചായത്ത് തലത്തിൽ ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടുവരുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പ്ലാൻ ഫണ്ട്, ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ നമ്മൾ ഏറ്റെടുത്തൊക്കെ നടക്കുന്നുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ കാർഡുള്ളവരാണ് കർഷകരെങ്കിൽ അവർക്ക് 100 ദിവസം വരെയുള്ള തൊഴിൽ ഈ മേഖലയിൽ ചെയ്യാൻ കഴിയുന്നു. ഇപ്പോൾ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ബിജുവിന് പഞ്ചായത്തിലുള്ള ഈ പ്രസിഡൻറ്റിനെയോ പഞ്ചായത്ത് സമിതിയെയോ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഈ കൃഷി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള തൈയാണ് ഞങ്ങളിപ്പോൾ കൊടുക്കുന്നത്. തൈയല്ല, കമ്പുകളാണ് കൊടുക്കുന്നത്. അത് വളരെ വലിയ ഫെർട്ടിലിറ്റി ഉള്ള, കൂടുതൽ റിസർച്ചൊക്കെ നടത്തിയിട്ട് കേടുവരാത്ത രീതിയിൽ മോയ്സ്ചർ ഫ്രീ ആയിട്ടുള്ള തൈകൾ ഞങ്ങൾ വളരെ കുറഞ്ഞ 50 പൈസ നിരക്കിൽ നിങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതും അവിടെ ലഭ്യമാകും. ദയവായി നിങ്ങൾ ഗ്രാമപഞ്ചായത്തിൽ, ഇപ്പോൾ പഞ്ചായത്ത് സമിതികൾ നിലവിൽ വന്നിട്ടേ ഉള്ളൂ, പുതിയ സമിതികൾ, പഞ്ചായത്ത് സമിതിയിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറെയോ അല്ലെങ്കിൽ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന സമിതിയോ സമീപിച്ചാൽ കൂടുതൽ കൃഷി ചെയ്യാനുള്ള സൗകര്യങ്ങൾ അവിടെ ലഭിക്കും. ബിജുവിൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് പഞ്ചായത്തുകൾ വഴി തന്നെയാണ് ഈ സ്കീം നടപ്പിലാക്കുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ ചർച്ചയിലേക്ക് തിരിച്ചു വരാം. അങ്ങ് MGNREGSൻ്റെ കാര്യം പറഞ്ഞു. കേന്ദ്രാവിഷ്കൃതമായ മറ്റ് പദ്ധതികളുമായി സെറികൾച്ചർ സംയോജിപ്പിച്ച് കൊണ്ടുപോകുന്നതിനുള്ള എന്തെങ്കിലും പദ്ധതികളുണ്ടോ? ഏതൊക്കെ പദ്ധതികളുമായിട്ടാണിത്? തീർച്ചയായിട്ടും ഈ സെറികൾച്ചർ പ്രവർത്തനങ്ങളിൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ തടമെടുക്കേണ്ടി വരുന്നുണ്ട്. തടമെടുക്കുകയും ജലസേചന സൗകര്യങ്ങൾ കൊടുക്കേണ്ടി വരുന്നുണ്ട്. തീർച്ചയായും ഇതിന് ജലസേചനം അത്യാവശ്യമുള്ള ഒരു കൃഷിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ MGNREGയിൽ, അതായത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ അവരവരുടെ ഇടങ്ങളിൽ ഇതിനു വേണ്ടി തടമെടുക്കാനും ചാല് കീറാനും ആ ചാലിലൂടെ വെള്ളം കൊണ്ടുവരാനും, അതുപോലെ തന്നെ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് ഈ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പരിപാടിയാണ് RKVY. അതെ, RKVY പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കൃഷിയിടത്തിലേക്ക് സ്പ്രിങ്ക്ലർ, ഈ ജലം ശേഖരിച്ച് നിർത്തിയിരിക്കുന്നിടത്തുനിന്ന് ആവശ്യമായിട്ടുള്ള ജലസേചന സൗകര്യം കൊടുക്കുവാനും നമുക്ക് കഴിയും. കൂടാതെ പ്ലാൻ ഫണ്ടുണ്ട്. പഞ്ചായത്തുകളിലെ പ്ലാൻ ഫണ്ടിൽ 35% ഉൽപ്പാദന മേഖലയിൽ വെച്ച് പ്രോജക്റ്റുകൾ ഉണ്ടാക്കണമെന്നാണ് ഗവൺമെൻറ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള ഉൽപ്പാദന മേഖലയിൽ എടുക്കുന്ന പ്രോജക്റ്റുകളിൽ ഈ കർഷകർ ഏറ്റവും കൂടുതലായി വരുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവർക്ക് പ്ലാൻ ഫണ്ടിൻ്റെ സഹായം കൂടി പ്രോജക്റ്റ് വെച്ചുകൊണ്ട് ഇവർക്ക് ചെയ്യാൻ പറ്റും. പിന്നീട് അത് കൂടാതെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സബ്സിഡിയായിട്ട് ഇവർക്ക് ഈ പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നതിന് വേണ്ടിയുള്ള ഷെഡ് കെട്ടാം. അപ്പോൾ ആ ഷെഡിൽ തന്നെ അതിന് ഈ ചെറിയ തട്ടായിട്ട് അതിനെ കേടുവരാതെ സൂക്ഷിച്ച് അതിൻ്റെ ലീഫ് കഴിച്ച് അത് കുക്കൂണാവുന്ന പ്രോസസ് ഉണ്ടാവും. നമുക്ക് ഈ സബ്സിഡി കോമ്പണൻസിലേക്ക് വരുന്നതിന് മുൻപ് ഒരു ചോദ്യം, ഒരു കോൾ വെയിറ്റ് ചെയ്യാണ്. നമസ്കാരം. ഹലോ 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 പറഞ്ഞോളൂ, ചോദ്യം ചോദിച്ചോളൂ. എവിടെ നിന്നാണ്, ആരാണ് വിളിക്കുന്നതെന്ന് പരിചയപ്പെടുത്തിയിട്ട്. ഹലോ, എൻ്റെ പേര് നൗഷാദ്, കാട്ടാക്കട. ചോദിച്ചോളൂ നൗഷാദ്, ചോദ്യം ചോദിച്ചോളൂ. സാർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സാറേ, ഈ മൾബറി കൃഷി പട്ടുനൂൽ പുഴു വളർത്തലില്ലേ, ഈ സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും കർഷകർക്ക് കൊടുക്കുന്ന സഹായങ്ങളെ കുറിച്ച് ഒന്ന് വിശദമാക്കാമോ? തീർച്ചയായും. സബ്സിഡിയെ പറ്റി തന്നെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതെ, അതായത് ഇപ്പം നിലവിൽ സബ്സിഡി എന്ന് പറയുമ്പോഴത്തേക്ക് കർഷകന് 1 ഏക്കർ വരെ കൃഷി ചെയ്യുന്നതിന് സ്ഥലത്ത് അവർക്ക് ആവശ്യമായിട്ട് ഷെഡ് കെട്ടേണ്ടി വരും. അതെ. അപ്പോൾ ആ ഷെഡ് കെട്ടുന്നതിന് വേണ്ടി 1 ഏക്കർ ഉണ്ടെങ്കിൽ 1 ലക്ഷം രൂപ വരെ ഷെഡ് കെട്ടുന്നതിന്, നിർമ്മിക്കുന്നതിന് നമ്മൾ ധനസഹായം
ഗ്രാൻഡായിട്ട് കൊടുക്കുന്നുണ്ട്. ഗവൺമെൻറ്, സ്റ്റേറ്റ്, സെൻട്രൽ ഗവൺമെൻറ്റുകളുടെ ഷെയറായിട്ടാണ് കൊടുക്കുന്നത്. അതുകൂടാതെ ഈ പട്ടുനൂൽ പുഴുക്കൾ വളർത്തി കൊക്കൂണാകുമല്ലോ. ഈ കൊക്കൂണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ അതിനുള്ള മാർക്കറ്റിംഗ് സൗകര്യമില്ല. ഇപ്പോൾ കാട്ടാക്കട പോലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മൾ ഈ നാഗർകോവിലിൽ കൊണ്ടുപോയാണ് അത് വിൽക്കുന്നത്. അങ്ങനെ കൊണ്ടുപോയി വിൽക്കുന്നത് കൊണ്ട് കർഷകന് അതിനുള്ള ട്രാൻസ്പോർട്ടേഷൻ ചാർജ് 1 കിലോയ്ക്ക് 50 രൂപ വെച്ച് സംസ്ഥാന സർക്കാർ സബ്സിഡിയായിട്ട്, ഉൽപാദന സബ്സിഡിയായിട്ട് കൊടുക്കും. ഇവിടെ ഉപകരണങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഉപകരണങ്ങളും ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും അതിനെ ഇതിനെ വെക്കാൻ വേണ്ടിയുള്ള മോർട്ടേജ്, അത് മൗണ്ടേജസ് നമ്മൾ സബ്സിഡി കൊടുക്കുന്നുണ്ട്, ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഇതിൻ്റെ DFLs വാങ്ങിക്കത്തില്ലേ, മുട്ടകൾ വാങ്ങിക്കുന്നതിന് സബ്സിഡി കൊടുക്കുന്നുണ്ട്. മുട്ടകൾ കേടാകാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സഹായധനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പഞ്ചായത്തിലെ തന്നെ സമിതികളിലെ ഇതിൻ്റെ ഏതൊക്കെ ഘട്ടങ്ങളിൽ എപ്പോഴൊക്കെയാണ് ഇതിനാവശ്യമായിട്ടുള്ള ധനസഹായങ്ങൾ കൊടുക്കുന്നത്. ഇത് കൂടാതെ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു നയം ഈ ഗ്രാമപ്രദേശങ്ങളിൽ കർഷകരെ സഹായിക്കുന്നതിനായിട്ട് ഈ കാർഷികമായിട്ടുള്ള എല്ലാ വൃത്തികൾക്കുമായിട്ട് മറ്റ് ഇതര സ്കീമുകളിൽ നടപ്പിലാക്കുന്ന പദ്ധതികളെല്ലാം സംയോജിപ്പിച്ച് പട്ടുനൂൽ പുഴു കൃഷിയിലേക്കും കൊണ്ടുവരണം എന്നുള്ളതാണ് നയം. കാരണം ഗവൺമെൻറ് 2020 ആകുമ്പോഴത്തേക്ക് ചൈനയോടൊപ്പം തന്നെ നമ്മുടെ സിൽക്ക് ഇൻഡസ്ട്രി, ഏറ്റവും കൂടുതൽ സിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയെ സ്വയം പര്യാപ്തത എന്നുള്ള ഒരു ലക്ഷ്യം കൂടി കേന്ദ്രത്തിൻ്റെ ഒരു നയമായിട്ട്, കേന്ദ്ര സർക്കാർ നയമായിട്ട് ഇതിന് രൂപം കൊടുത്തിട്ടുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സബ്സിഡിയെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഒരു ചോദ്യം കൂടെ, ഇത് കർഷകർക്കുള്ള ഈ പരിശീലനത്തെ സംബന്ധിച്ച് പുതിയ വരുന്ന കർഷകർക്ക് എങ്ങനെയാണ് പരിശീലനം കൊടുക്കുന്നത്? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇതിനകത്ത് വളരെ പരിശീലനം നേടിയിട്ടുള്ള ആൾക്കാർ, ഞങ്ങൾ വളരെ വലിയ തോതിൽ കർഷകർക്ക് പരിശീലനങ്ങൾ നമ്മൾ നൽകുന്നുണ്ട്. അപ്പം ഇതിന് പരിശീലനം നൽകുന്നതിന് സാങ്കേതികമായിട്ടുള്ള പരിശീലനം, ഇതിന് ഒരുപാട് സാങ്കേതികത്വമുണ്ട്. ഈ പുഴുക്കൾ മരിച്ചു പോകാതെ നോക്കണം, അത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് അതിന് സെൻട്രൽ സിൽക്ക് ബോർഡ് എന്ന് പറഞ്ഞ് ഒരു ഏജൻസി തന്നെ നമുക്കുണ്ട്. അപ്പോൾ സെൻട്രൽ സിൽക്ക് ബോർഡിനകത്ത് ശാസ്ത്രജ്ഞന്മാർ, ഇതിനു വേണ്ടിയുള്ള സയൻറ്റിസ്റ്റുകളുണ്ട്. കേരളത്തിൽ തന്നെ ഇത്തരത്തിലുള്ള സയൻറ്റിസ്റ്റുകൾ പാലക്കാട് ജില്ലയിലും വയനാട് ജില്ലയിലും പ്രത്യേകമായിട്ട്, കാരണം അവിടെയാണ് കൂടുതൽ ഈ മൾബറി കർഷകർ ഉണ്ടായതുകൊണ്ട്. അതേസമയം നമ്മളെ സംസ്ഥാനത്തിൽ ഏത് ഭാഗത്തും വിളിച്ചാൽ അവർ വന്ന് നിങ്ങൾക്ക് പരിശീലനങ്ങൾ നൽകും. കൂടാതെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ 42ഓളം അസിസ്റ്റൻ്റ് സെറികൾച്ചർ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞ തസ്തികയിൽ ഇതിൻ്റെ സാങ്കേതികമായിട്ടുള്ള അറിവ് ലഭിച്ചിട്ടുള്ള സാങ്കേതിക വിദഗ്ധരുണ്ട്. അവരും ഓരോ കർഷകരെയും പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വന്ന് കർഷകരുടെ കൂട്ടായ്മയോടുകൂടി പരിശീലനം നൽകും. ഇതുകൂടാതെ ഇപ്പം എല്ലാ ജില്ലകളിലും ഞങ്ങൾ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം, ഏറ്റവും നല്ലതുപോലെ ഈ കൃഷിയിലൂടെ വരുമാനമുണ്ടാക്കുന്ന കർഷകരെ പാലക്കാട് അല്ലെങ്കിൽ ഇടുക്കി പോലുള്ള ജില്ലകളിൽ കൊണ്ടുപോയി എക്സ്പോഷർ വിസിറ്റ് കൊണ്ടുപോയി അവരെ ആ കണ്ടു പഠിക്കുന്നതും നമ്മൾ കേട്ട് പഠിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടായതുകൊണ്ട് കണ്ടുപഠിച്ച് തന്നെ അവരെ ഇതിലേക്ക് ആകർഷകരാക്കുകയും അവരുടെ ജീവിത മാർഗത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ കൃഷിയുടെ ഓരോ ഘട്ടത്തിലും ആവശ്യമായ എല്ലാ കാര്യങ്ങൾക്കുമുള്ള സബ്സിഡീസും പിന്നെ സമ്പൂർണ്ണ പരിശീലന പരിപാടിയും ഈ പാക്കേജിലുണ്ട്. ചോദ്യം ചോദിച്ചതിന് നന്ദി. നമുക്ക് ചർച്ചയിലേക്ക് തിരിച്ചു വരാം. കേരളത്തിൽ ഈ സ്കീം എങ്ങനെയാണ്, അതിൻ്റെ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ അതെങ്ങനെയാണ് നടപ്പാക്കുന്നത്? കേരളത്തിൽ കഴിഞ്ഞ 4 വർഷം മുമ്പ് ഈ സ്കീം സെറിഫെഡ് എന്ന് പറയുന്ന ഒരു ഫെഡറേഷൻ സംവിധാനത്തിലൂടെയാണ് നടപ്പിലാക്കിയിരുന്നത്. പക്ഷേ ഫെഡറേഷൻ സംവിധാനത്തിലൂടെ നടപ്പിലാക്കി ഗവൺമെൻറ് ഒരു നയം ഉൾക്കൊണ്ടുകൊണ്ട് ഫെഡറേഷൻ മാറ്റിക്കൊണ്ട് അത് ഒരു വകുപ്പ് തല പദ്ധതിയായിട്ട് മാറ്റി. സർക്കാരിൻ്റെ സ്വന്തം പദ്ധതി, കൃഷി വകുപ്പ്. അതുപോലെ തന്നെ ഇപ്പോഴിത് പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്നതുകൊണ്ട് ഈ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി ഗ്രാമവികസന വകുപ്പാണ് ഈ പദ്ധതി ഈ പ്രദേശങ്ങളിൽ നടപ്പിലാക്കുന്നത്. ഗ്രാമവികസന വകുപ്പിൽ തന്നെ ഈ പദ്ധതിയുടെ നിർവഹണത്തിന് വേണ്ടി മേൽനോട്ടം വഹിക്കുവാൻ ഡയറക്ടർ സെറികൾച്ചറുണ്ട്. ഒരു ഡയറക്ടറേറ്റ് തന്നെ ഉണ്ട്. ഡയറക്ടർ സെറികൾച്ചർ ഇപ്പം നമ്മൾ കമ്മീഷണറാണ് റൂറൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ അതിനകത്തൊരു സെല്ലുണ്ട്. ആ സെല്ലിൽ ഇപ്പോൾ ഒരു അഡീഷണൽ ഡെവലപ്മെൻറ്റ് കമ്മീഷനുണ്ട്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ സാങ്കേതികമായിട്ടുള്ള ഉദ്യോഗസ്ഥരായിട്ടുള്ള അസിസ്റ്റൻ്റ് സെറികൾച്ചർ ഓഫീസർമാരുണ്ട്. ജില്ലാ തലത്തിൽ ജില്ലാ കളക്ടറെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെയും
പോവർട്ടി അലീവിയേഷൻ യൂണിറ്റിലെ പ്രോജക്ട് ഡയറക്ടർമാരെയും ചുമതലപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഉത്തരവായിട്ടുണ്ട്. DRDA അല്ലെങ്കിൽ ദാരിദ്ര്യ അതെ ലഘൂകരണ അതെ, വിഭാഗമാണ് പഴയ ഉദ്ദേശിക്കുന്നത്. DRDA ആണ് ഇപ്പോഴും പോവർട്ടി അതായത് ദാരിദ്ര്യ ലഘൂകരണ യൂണിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ നിന്നും താഴോട്ട് ഈ ബ്ലോക്കുകളിലേക്കും ഗ്രാമപഞ്ചായത്തിലേക്കും, അതായത് ഗ്രാസ് റൂട്ട് ലെവലിലാണ് ഇതിൻ്റെ പ്രോഗ്രാം നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഈ ഗ്രാസ് റൂട്ട് ലെവലുള്ള സംവിധാനം ശക്തിപ്പെടുത്തുകയും അതിന് മുകളിലോട്ട് ഈ ഡയറക്ടറേറ്റ്, സെറികൾച്ചറിൻ്റെ ഡയറക്ടറേറ്റ് ആയ ഇപ്പോഴത്തെ കമ്മീഷണറേറ്റ് വരെയുള്ള ആൾക്കാർ അതിൻ്റെ നിർവഹണങ്ങൾക്കുള്ള മേൽനോട്ടം വഹിക്കുകയും കേന്ദ്ര പദ്ധതികളിൽ കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം നേടിയെടുക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ്, വിനിയോഗ സർട്ടിഫിക്കറ്റ് നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു വളരെ പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംഘടനാ സംവിധാനം തന്നെ ഈ പട്ടുനൂൽ കൃഷി വളർത്തുന്നതിന് സഹായപ്രദമായ രീതിയിൽ സംസ്ഥാന സർക്കാർ രൂപം കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ കേരളത്തിൽ നമുക്ക് ധാരാളം കൃഷികളുണ്ട്, ഒരുപാട് കൃഷികൾ, പ്ലാന്റേഷൻ ക്രോപ്സ് തന്നെ നമുക്ക് കണ്ടമാനമുണ്ട്. അപ്പോൾ ഈ പുതിയൊരു കൃഷി സെറികൾച്ചറിൻ്റെ കേരളത്തിലെ പ്രാധാന്യം എന്താണ്? എന്തുകൊണ്ട് സെറികൾച്ചർ? സെറികൾച്ചർ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെറികൾച്ചർ അത് മാത്രമായി കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യേണ്ടി വരുന്നില്ല. മിക്കപ്പോഴും ഇതൊരു ഉപതൊഴിലായിട്ട് തന്നെ നമ്മുടെ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും. അതായത് അവരുടെ ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ പോകുന്ന ഒരാൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് 100 ദിവസമേ ഉള്ളൂ, ബാക്കി 365 ദിവസങ്ങളിലും അവർ വെറുതെ നിൽക്കുകയാണ്. അവർക്ക് അതിനോടൊപ്പം തന്നെ ചെയ്യാൻ പറ്റും. പശു വളർത്തുന്ന ഒരു വീട്ടമ്മയ്ക്ക് പശു വളർത്തുന്നതിനോടൊപ്പം തന്നെ ഇത് ചെയ്യാൻ പറ്റും. ഇതിനു വേണ്ടി പ്രത്യേകമായി ഒരു സമയം കണ്ടെത്തേണ്ടി വരുന്നില്ല എന്നുള്ളത് ഒരു കാരണം. രണ്ടാമത്തെ ഒരു കാരണം, ഈ കൃഷിയിൽ ആൾക്കാർ കൂടുതൽ ആകർഷണീയരാകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, ഈ കൃഷി നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാം. ഇതിന് പ്രത്യേകമായിട്ട് നമ്മൾ പ്രദേശങ്ങളൊന്നും കണ്ടു, ഒരു 50 സെൻറ്റ് ഉള്ള പ്രയോജനമുള്ള ഒരാളാണെങ്കിൽ, ഇപ്പോൾ കവുങ്ങോ അല്ലെങ്കിൽ തെങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടവിളയായിട്ട് തന്നെ മൾബറി കൃഷി ചെയ്യാം. ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ, അതിനകത്ത് സൂര്യപ്രകാശം അത്യാവശ്യമാണ്. കാര്യം ഇതിൻ്റെ ലീഫ് പ്രകാശ സംശ്ലേഷണം നടത്തുന്ന ഒരു പ്രോസസ്സൊക്കെ വരുന്നതുകൊണ്ട് ലീഫിൽ നിന്നുമാണ് പട്ടുനൂൽ പുഴുക്കൾ, ആ ലീഫ് കഴിച്ചിട്ടാണ് ഈ നൂല് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ആൾക്കാർ ഇതിനകത്ത് ആകർഷണീയരാകുന്നത് ഇവർക്കൊരു അധിക വരുമാന മാർഗം, അവർ ചെയ്യുന്ന തൊഴിലിനോടൊപ്പം. ഇപ്പം ഞങ്ങളുടെ ഒരനുഭവത്തിൽ പറയുകയാണെങ്കിൽ, പാലക്കാട്, വയനാട് ജില്ലകളിലെ ഈ വീട്ടമ്മമാരാണ് ഇതിന് കൂടുതൽ നേതൃത്വം കൊടുക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഈ പദ്ധതിക്ക് ഏറ്റവും അധികം ആൾക്കാർ കടന്നു വരുന്നത് ഈ കുടുംബശ്രീയിലെ ആൾക്കാരാണ്. അവരുടെ വീട്ടിലെ പണി കഴിഞ്ഞ് അവരുടെ കുടുംബശ്രീയിലുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടും സമയം കണ്ടെത്തി 25 സെൻറ്റ് മുതലുള്ള ആൾക്കാർ ഇതിലേക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കിലോ കുക്കൂണിന് 400 രൂപ വരെ വില കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മുടെ സമയം, ഈ പരിപാടിയുടെ സമയം, നമ്മൾ അതിൻ്റെ സമയപരിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി. എന്തായാലും അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോക വിപണിയിൽ തന്നെ ഇന്ത്യയുടെ ഒരു പ്രസൻസ് അറിയിക്കുന്ന ഒരു കൃഷിയാണ്. നമുക്ക് ലോക വിപണി ആവശ്യപ്പെടുന്നതിലും വളരെ കുറച്ച് മാത്രമേ ഭാരതത്തിൽ നിന്ന് സിൽക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുള്ളൂ. ആ ഒരു ഗ്യാപ്പിലേക്ക് കയറാൻ കേരളത്തിന് സഹായിക്കുന്ന ഒരു കൃഷിയാണ് സെറികൾച്ചർ. ഈ കൃഷിക്ക് ചുക്കാൻ പിടിക്കുന്ന ഉദ്യോഗസ്ഥനായ ഗ്രാമവികസന കമ്മീഷണറേറ്റിലെ അഡീഷണൽ ഡെവലപ്മെൻറ്റ് കമ്മീഷണർ ശ്രീ കെ ഷൗക്കത്ത് അലിയാണ് നമ്മോട് സംസാരിച്ചത്. അദ്ദേഹത്തെ ബന്ധപ്പെടേണ്ട വിലാസം ഇനി പറയുന്നു. കെ ഷൗക്കത്ത് അലി, അഡീഷണൽ ഡെവലപ്മെൻറ്റ് കമ്മീഷണർ, കമ്മീഷണറേറ്റ് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്, സ്വരാജ് ഭവൻ, നന്ദൻകോട്, തിരുവനന്തപുരം. ഫോൺ നമ്പർ 94 47 41 05 83. ഇത്രയും നേരം കൃഷി ദർശൻ്റെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് പ്രേക്ഷകരുമായി സംവദിച്ച ശ്രീ കെ ഷൗക്കത്ത് അലിക്ക് നന്ദി പറയുന്നു. പ്രേക്ഷകർക്കും നന്ദി.
यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കശുമാങ്ങയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിന് ധനസഹായം. വെറ്ററിനറി നഴ്സിംഗിൽ ശില്പശാല നവംബർ 16 മുതൽ. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. കശുമാങ്ങയിൽ നിന്ന് സിറപ്പ്, സ്ക്വാഷ്, സോഡ, കാൻഡി, ചോക്ലേറ്റ്, വിനാഗിരി, അച്ചാർ, കാലിത്തീറ്റ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിൽപ്പന നടത്താൻ താൽപ്പര്യമുള്ളവരിൽ നിന്ന് സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസി അപേക്ഷകൾ ക്ഷണിക്കുന്നു. വ്യക്തികൾ, കുടുംബശ്രീ യൂണിറ്റുകൾ, സഹകരണ സംഘങ്ങൾ, സാമൂഹ്യ സേവന സംഘങ്ങൾ എന്നിവർക്ക് അപേക്ഷ നൽകാം. 3 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകും. താൽപ്പര്യമുള്ള സംരംഭകർ തങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോജക്ടിന്റെ പകർപ്പ് സഹിതം അപേക്ഷ നവംബർ 30-നകം സമർപ്പിക്കണം. വിലാസം: സ്പെഷ്യൽ ഓഫീസർ കാഷ്യൂ, KSACC, അരവിന്ദ് ചേംബേഴ്സ്, മുണ്ടക്കൽ വെസ്റ്റ്, കൊല്ലം. ഫോൺ 9446515900. സമ്പൂർണ്ണ ജൈവകൃഷിയിലേക്ക് മാറുന്ന കേരളത്തിന് കൈത്താങ്ങായി കേരള കാർഷിക സർവകലാശാല ഇതിനോടകം 10 മിത്ര സൂക്ഷ്മാണു കുമിളുകൾ വികസിപ്പിച്ചു. ഇവയെല്ലാം കേരളത്തിലെ മണ്ണിൽ നിന്ന് തന്നെ തയ്യാറാക്കിയതാണ്. കൂടാതെ മാലിന്യ സംസ്കരണത്തിന് കമ്പോസ്റ്റിംഗ് ഇനോക്കുലവും തയ്യാറായിട്ടുണ്ട്. മിത്ര സൂക്ഷ്മാണു കുമിളുകൾ സർവകലാശാല വിവിധ കൃഷിവിജ്ഞാന കേന്ദ്രങ്ങൾ വഴി വാണിജ്യ അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്തു വരുന്നു. ഇവ കർഷകർക്ക് തപാൽ മാർഗവും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട വിലാസം: പ്രൊഫസർ ആൻഡ് ഹെഡ്, കാർഷിക മൈക്രോബയോളജി വിഭാഗം, കാർഷിക കോളേജ്, വെള്ളായണി, തിരുവനന്തപുരം. ഫോൺ നമ്പർ 8229945595. നവംബർ 14 മുതൽ 27 വരെ ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിയിൽ നടക്കുന്ന ഇന്ത്യൻ അന്താരാഷ്ട്ര വ്യവസായ മേളയിലെ പ്രദർശനത്തിൽ കേരളത്തിന്റെ നീരയും ഇടം നേടുന്നു. നീര കൂടാതെ നാളികേര പാല്, തേങ്ങാ ചിപ്സ്, തേങ്ങാ പാൽപ്പൊടി, ബന്ധ വെളിച്ചെണ്ണ എന്നിവയും കേരള സംസ്ഥാന നാളികേര വികസന ബോർഡ് ഒരുക്കുന്ന പവലിയനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാളികേര ഉൽപ്പാദക കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുന്നതിന് ഈ മേള സഹായമാവും. വെറ്റിനറി സർവകലാശാലയുടെ പൂക്കോട് ക്യാമ്പസിൽ നവംബർ 16 മുതൽ 20 വരെയും മണ്ണുത്തി ക്യാമ്പസിൽ നവംബർ 23 മുതൽ 27 വരെയും വെറ്റിനറി നഴ്സിംഗിൽ അന്താരാഷ്ട്ര ശില്പശാല നടക്കും. ശില്പശാലയിൽ എഡിൻബറോ സർവകലാശാല, എഡിൻബറോ നേപ്പിയർ സർവകലാശാല എന്നിവിടങ്ങളിലെ ശാസ്ത്രജ്ഞരും ഗവേഷണ വിദ്യാർത്ഥികളും പങ്കെടുക്കും. രാജ്യത്ത് +2 വിദ്യാർത്ഥികൾക്കായി വെറ്റിനറി നഴ്സിംഗിൽ കോഴ്സ് തുടങ്ങാനുള്ള സാധ്യത ആരായുവാനും രാജ്യത്തിനിണങ്ങിയ വെറ്റിനറി നഴ്സിംഗ് കോഴ്സ് രൂപപ്പെടുത്തുവാനും ശില്പശാല പ്രയോജനപ്പെടുത്തും. കൂടാതെ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള വെറ്റിനറി സർവകലാശാല നവംബർ 16 മുതൽ 18 വരെ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ സംരംഭകത്വ സംഗമം പ്രഭവ് 2015 സംഘടിപ്പിക്കുന്നു. സർവകലാശാലയുടെ സംരംഭകത്വ വിഭാഗമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രഭവിൽ ശാസ്ത്രജ്ഞർ, തൊഴിൽ സംരംഭകർ, വിദ്യാർത്ഥികൾ, വ്യവസായ സ്ഥാപനങ്ങൾ, ബാങ്കുകളുടെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. ഇഞ്ചി, മഞ്ഞൾ, ജാതി എന്നീ സുഗന്ധവിളകൾ കൃഷി ചെയ്യാൻ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ ഹെക്ടറിന് 11,250 രൂപ ധനസഹായം നൽകുന്നു. വിത്ത്, നടീൽ വസ്തുവിന്റെ വില, പരിചരണ ചെലവ് എന്നിവയ്ക്കാണ് സഹായം. താൽപ്പര്യമുള്ള കർഷകർ ഹോർട്ടിക്കൾച്ചർ മിഷന്റെ തിരുവനന്തപുരത്തെ ഓഫീസുമായി ബന്ധപ്പെടുക. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 9,700 രൂപ, കോഴിക്കോട് 10,800 രൂപ. വെളിച്ചെണ്ണ തൃശൂരിൽ 9,800 രൂപ. കൊപ്ര കൊച്ചിയിൽ 6,590 രൂപ, കോഴിക്കോട് 7,000 രൂപ, തൃശൂരിൽ 6,730 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 68,500 രൂപ, ഗാർബിൾഡ് 71,500 രൂപ. ചുക്ക് മീഡിയം 19,000 രൂപ, ബെസ്റ്റ് 20,500 രൂപ.
മഞ്ഞൾ സേലത്ത് 7700 രൂപ, ഈറോഡിൽ 8000 രൂപ. അടയ്ക്ക പുതിയത് 24,000-നും 25,000-നും മധ്യേ. കൊച്ചിയിൽ റബ്ബർ 5ാം ഗ്രേഡ് 10,800 രൂപ, 4ാം ഗ്രേഡ് 11,100 രൂപ. കോട്ടയത്ത് റബ്ബർ 5ാം ഗ്രേഡ് 10,800 രൂപ, 4ാം ഗ്രേഡ് 11,150 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റിൽ. വെളിച്ചെണ്ണ 9,700 രൂപ, കൊപ്ര 6,590 രൂപ. പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, റോട്ടറി 2,400 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 68,500 രൂപ, ഗാർബിൾഡ് 71,500 രൂപ. ചുക്ക് മീഡിയം 19,500 രൂപ, ബെസ്റ്റ് 20,500 രൂപ. അടയ്ക്ക പുതിയത് 24,000-നും 25,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ 200-നും 220-നും മധ്യേ. തൊണ്ടില്ലാത്തത് 380-നും 400-നും മധ്യേ. ജാതിപത്രി 500-നും 850-നും മധ്യേ. ഗ്രാമ്പു 750 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 10,800 രൂപ, 4ാം ഗ്രേഡ് 11,100 രൂപ. ഒട്ടുപാൽ 6,800 രൂപ, ലാറ്റക്സ് 8,000 രൂപ. കമ്പോള അവലോകനം. ഉത്സവ ദിനങ്ങളിൽ എത്തിയ വൻ ഓർഡറുകൾ സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് നേട്ടമായി. രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആവശ്യം ഉയർന്നത് കുരുമുളകിനെ ഈ വാരം കൂടുതൽ ശ്രദ്ധേയമാക്കി. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലാണ് വിപണി. ഹൈറേഞ്ച് മുളക് ക്ഷാമം മൂലം നിരക്ക് കിലോ 710 രൂപയായി. നാളികേര കർഷകർ സമ്മർദ്ദത്തിൽ. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഭക്ഷ്യയുടെ വിൽപ്പന നടക്കുന്ന ദീപാവലി വേളയിൽ പോലും വെളിച്ചെണ്ണയ്ക്ക് ഡിമാൻഡ് വാങ്ങിയത് ഉൽപ്പാദകരെയും മില്ലുകാരെയും നിരാശപ്പെടുത്തി. ഇതിനിടയിൽ കൊപ്രയ്ക്ക് നേരിട്ട വില ഇടിവ് പച്ചത്തേങ്ങയെയും ബാധിച്ചു. ഔഷധ നിർമ്മാതാക്കളും കറിമസാല വ്യവസായികളും മഞ്ഞൾ മാർക്കറ്റിൽ സജീവമാണ്. ഉത്തരേന്ത്യയിലേക്ക് ചുക്കും ജാതിക്കയും ഉയർന്ന അളവിൽ കയറ്റിപ്പോയി. മികച്ചിനം അടക്കവില 1,00,000 രൂപയ്ക്ക് മുകളിലെത്തി. ഉത്സവ ആഘോഷങ്ങൾക്ക് ശേഷം തിങ്കളാഴ്ച ഉത്തരേന്ത്യൻ വ്യവസായികൾ റബ്ബർ മാർക്കറ്റിൽ തിരിച്ചെത്തും. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില: കണ്ണൂർ കൂടിയ താപനില 33.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.9 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.1, 23.4. കൊച്ചി 33, 24.4. ആലപ്പുഴ 33.2, 24.5. പുനലൂർ 34.3, 22.5. തിരുവനന്തപുരം കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.9 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.